ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഇടാൻ പോകുന്നത്. കുറേ നാൾക്ക് ശേഷം ട്രൈ ചെയ്തതിന് ശേഷമാണ് എനിക്കിപ്പോൾ ലോങ് വീഡിയോ ഇടാൻ പറ്റുന്നത്. ലോങ് വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു മിനി ലോങ് വീഡിയോ. ഇന്ന് ലോങ് വീഡിയോ ഇടാൻ കാരണം ഇന്നലെ ഞങ്ങളുടെ ഹോസ്റ്റലിൽ, ഞങ്ങളുടെ അഗ്രി കോളേജിൽ മാങ്ങ ഇപ്പോൾ സീസണാണല്ലോ, അപ്പം അത് വെക്കാൻ വേണ്ടി ഒരു ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പം റെയറായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്ന ഞങ്ങൾ ഹോസ്റ്റൽ പിള്ളേർക്ക് ഞങ്ങൾക്ക് മാങ്ങ കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഫുൾ ഡേ മാംഗോ ചലഞ്ച് ചെയ്യാമെന്ന്. ഫുൾ ഡേ പറ്റുമോ എന്ന് എനിക്കറിയത്തില്ല, ബട്ട് ട്രൈ ചെയ്യാം. ഹോസ്റ്റലല്ലേ, അപ്പം കുറച്ചൊരു നമുക്ക് തരാം. അപ്പം നമുക്ക് നോക്കാം നമ്മളെ കൊണ്ട് ഈ ചലഞ്ച് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്ക് നോക്കാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, എല്ലാവർക്കും ഷെയറും ചെയ്യണം. അപ്പോൾ നമുക്ക് ചലഞ്ച് സ്റ്റാർട്ട് ചെയ്താലും. ഇന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടായിരുന്നു. അപ്പം ഞാൻ ഓർത്ത് എപ്പോഴും ഈ ഉണക്ക പുട്ട് കഴിക്കുന്ന പുട്ടും ഒരു കടലയാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്. അത് ആണെങ്കിൽ ചുമ്മാ കറിയൊന്നുമല്ല, പെരട്ട് പോലെയാണ് കിട്ടുന്നത്. അപ്പം ഞാൻ ഓർത്ത് ഇന്ന് മാങ്ങ ഉണ്ടല്ലോ, അപ്പം അങ്ങനെ വെച്ചാൽ തുടങ്ങിയാണ്. അപ്പം ഞാൻ വെച്ചാൽ മാങ്ങയും പുട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്യാമല്ലോ. ഇപ്പം ട്രെൻഡിങ് ആണല്ലോ, അപ്പം നമുക്ക് മാങ്ങയും പുട്ടും കൂടെ ഒന്ന് ട്രൈ ചെയ്താലും. അപ്പം ഇതാണ് കേട്ടോ നമ്മൾ പുട്ടെന്ന് പറയുമ്പോൾ മറ്റേ കുറ്റി കൊണ്ടുണ്ടാക്കിയ പുട്ടൊന്നുമല്ല, ചുമ്മാ നമ്മളിങ്ങനെ ഇട്ടിട്ട് ഇഡ്ഡലിക്കൂട്ടത്തിലൊക്കെ വീട്ടിലുണ്ടാക്കത്തില്ലേ, അതുപോലത്തെ പുട്ടാണ്. സത്യം പറയാലോ, തിന്നിട്ട് ഇറക്കാനും വയ്യാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ പുട്ട് കഴിക്കുമ്പോൾ. ഇതൊക്കെയാണ് തമിഴ്നാട്ടിലെ പുട്ട്. അപ്പം നമ്മുടെ ചലഞ്ചിൽ ഇന്ന് പുട്ടും മാങ്ങയും, പുട്ടും പഴവും പോലെ പുട്ടും മാങ്ങയും ഉണ്ടല്ലോ, അപ്പം നമുക്കത് ട്രൈ ചെയ്യാം. ഇവിടെ മാങ്ങ കിട്ടിയുണ്ട്. ഇവിടെ എല്ലാവരും ഇന്ന് പുട്ടും മാങ്ങയും കൂടാണ് കഴിക്കുന്നത്. അപ്പോൾ ഒരാളെ കാണിച്ചു തരാം. അപ്പം നമുക്ക് മാങ്ങ റെഡിയാക്കിയാലോ. ഫസ്റ്റ്ലി കത്തി അരിഞ്ഞാലോ പിച്ചാത്തി. ലീവ് ആയതുകൊണ്ട് എല്ലാവരും ഫോണിലും ഫുഡൊക്കെ ലേറ്റായിട്ടൊക്കെ കഴിക്കുന്നത്. അതുകൊണ്ടാണ് ആരും ഇപ്പോൾ ഫ്രെയിമിലൊന്നും വരാത്തത്. ലീവ് അല്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഈ ടൈമിൽ പെട്ടെന്ന് ധൃതിക്ക് പിടിച്ച് കോളേജിൽ പോകുന്നത്. അതായത് 9:20 ആകുമ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങിയിരിക്കണം, 9:30 ആകുമ്പോൾ ക്ലാസ്സിൽ ചെന്നിരിക്കണം. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടും. ഒക്കെ ഇങ്ങനത്തെ സ്ലൈസിൻ്റെ പരിസരത്തിൽ കാണുന്നതിലൊക്കെ ഒക്കെ നമുക്ക് ചെയ്യാം. നമ്മുടെ പുട്ടും പഴവും അങ്ങനെ നല്ല രീതിക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏത്തക്കയും പുട്ടും കൂടെ കഴിക്കുന്നില്ല, ആ ഒരു കളറൊക്കെ. ആ മാങ്ങയുടെ ഫ്ലേവർ അത്ര അറിയുന്നില്ല എങ്കിലും കൊള്ളാം. പുട്ടും കടലേനെക്കാട്ടിലും കൊള്ളാം പുട്ടും പഴവും. ഇവിടെ ഒരാൾ കഴിച്ച് കഴിഞ്ഞു, അത്രയ്ക്കും ടേസ്റ്റ് അല്ലേ. സോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല രീതിക്ക് സെറ്റാക്കി നമ്മളെല്ലാം ചലഞ്ച് കറക്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് മാങ്ങയും അതിലകത്ത് കുറച്ച് ഉള്ളിയും മുളക് പൊടിയും ഒക്കെ ഇട്ട് നമുക്ക് ജസ്റ്റ് മേക്ക് ചെയ്ത്. ഇന്ന് ശനിയാഴ്ചത്തെ ഫുഡ് ഒന്നും കൊള്ളത്തില്ല. അപ്പം ഉച്ചയ്ക്ക് നമ്മൾ ചോറും മോരും പിന്നെ മാങ്ങയും കൂട്ടി കഴിക്കാം. അതാണ് നമ്മുടെ ചലഞ്ച്. നമുക്ക് ഉള്ളിയൊക്കെ ഇങ്ങനെ അരിയാം. അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് ഉള്ളിയൊക്കെ അരിഞ്ഞു. ഇനി നമുക്കൊന്ന് ചെറുതായിട്ട് ചതച്ചെടുക്കാം. അതുപോലെ ചെറുതായിട്ട് കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിയാം. അങ്ങനെ നമ്മുടെ മാങ്ങ ചമ്മന്തി എന്നൊക്കെ പറയാം. നമുക്ക് ചോറിനകത്ത് മോരും ഒക്കെ ഇട്ട് ഈ ചമ്മന്തിയോട് കൂട്ടി പുരട്ടി ഒന്ന് കഴിച്ചു നോക്കാം അല്ലേ. അങ്ങനെ നമ്മുടെ മാങ്ങയും ചോറും സെറ്റ്. ഇതൊക്കെയാണ് ഹോസ്റ്റലിലെ പിള്ളേരുടെ സന്തോഷം. വീട്ടിലെ സാധനങ്ങൾ നമ്മൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്.
ചെയ്യണം. ഹോസ്റ്റലിലെ പിള്ളേരേതായാലും ഇതൊന്ന് ട്രൈ ചെയ്യണം. അങ്ങനെ സക്സസ്ഫുള്ളി ഞാൻ എൻ്റെ ലഞ്ചും കംപ്ലീറ്റ് ചെയ്തു, മാംഗോ വെച്ച് കഴിച്ച്. സോ നെക്സ്റ്റ് നമുക്കൊരു ജ്യൂസ് കുടിക്കാം, മാംഗോ ജ്യൂസ് കുടിക്കാം. വേറെ എന്താ, മാംഗോ ഉപ്പുമുളക് കൂട്ട് ഇതൊക്കെ പറ്റത്തുള്ളൂ ഹോസ്റ്റലിൽ, വേറെ ഒന്നും പറ്റത്തില്ല. സോ നമുക്ക് നെക്സ്റ്റ് ട്രൈ ചെയ്യാം. ഓക്കെ, ഞാനൊരു നല്ല ഉറക്കത്തിന് ശേഷം ഫുഡ് കഴിക്കാൻ പോവാം. ഇന്ന് ഇഡ്ഡലിയാണ്. അപ്പോൾ ഇഡ്ഡലിയുടെ കൂടെ മാങ്ങ അപ്പോൾ രാത്രി ഷേക്ക് അടിച്ച് കുടിക്കാം. സോ ഫൈനലി നമ്മൾ ജ്യൂസൊക്കെ ഉണ്ടാക്കി, ജ്യൂസൊക്കെ ഇട്ടി അങ്ങനെ നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കുക. അപ്പം ഇതോടെ എൻ്റെ മാംഗോ ചലഞ്ച് തീരുമാനേ. അപ്പം ഇനിയും ഇതുപോലത്തെ ചലഞ്ച് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എന്നെ കൊണ്ട് ഹോസ്റ്റലായതുകൊണ്ട് ഇത്രയൊക്കെ മാംഗോ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് എന്ത് ചലഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ. അപ്പം ഇത്രയേ ഉള്ളൂ. എൻ്റെ ലോങ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ബൈ.